2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റിന് കാതോർത്ത് രാജ്യം. നാളെ ധനമന്ത്രി ഡോക്ടർ നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിക്കും. നിർമ്മല സീതാരാമന്റെ തുടർച്ചയായ 9ാമത്തെ ബജറ്റായിരിക്കും നാളെ അവതരിപ്പിക്കുക. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടർച്ചയായി 9ാമത്തെ ബജറ്റ് ഡോക്ടർ നിർമ്മല സീതാരാമൻ നാളെ അവതരിപ്പിക്കുന്നു. രാജ്യം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പുതിയ ബജറ്റ്. അങ്ങനെയല്ലേ ശ്രീകാന്ത്? നിർമ്മല സീതാരാമൻ 9ാമത്തെ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു. പല പ്രത്യേകതകളുണ്ട്. ഞായറാഴ്ച ദിവസമാണ് ഈ ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ബജറ്റ് കൂടിയാണ് ഇത്. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത്, മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന പേരിൽ യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ ഒരു കരാർ ഒപ്പിട്ടു. ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഒപ്പിട്ടിരിക്കുന്നു. അതിനുശേഷം അത് അടുത്ത വർഷം മുതൽ റണ്ണിങ്ങിൽ ആകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നതും. അങ്ങനെയെങ്കിൽ ഈ രാജ്യത്തെ ഉൽപാദനം വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. കാരണം കയറ്റുമതി അടക്കമുള്ള കാര്യങ്ങൾ വർദ്ധിക്കും. അങ്ങനെയെങ്കിൽ ഉൽപാദനം വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ആ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളും ബജറ്റ് അലോക്കേഷനും ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഈ രാജ്യത്തിന്റെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക് എപ്പോഴും നരേന്ദ്രമോദി പറയാറുള്ളത് പോലെ വികസിത് ഭാരതിന്റെ ചവിട്ടുപടിയായിരിക്കും അത്. സ്വാഭാവികമായും ഈ വരുന്ന ബജറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇനി രണ്ടാമത്തേത്, AI അധിഷ്ഠിത സ്റ്റാർട്ടപ്പുകൾ. അത് പ്രധാനമന്ത്രിയുടെ വിഷനാണ്. AI അധിഷ്ഠിത സ്റ്റാർട്ടപ്പുകൾക്ക് അദ്ദേഹം നൽകുന്ന പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ഓരോ വേദിയിലും കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം അശ്വിനി വൈഷ്ണവ് ഒരു വേദിയിൽ, ഒരു ആഗോള വേദിയിൽ ഇന്ത്യയുടെ പൊസിഷൻ എത്രത്തോളമാണ് അതിൽ എന്നുള്ള കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വിശദമാക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ AI അധിഷ്ഠിത സ്റ്റാർട്ടപ്പുകൾക്ക് സ്വാഭാവികമായും ബജറ്റ് അലോക്കേഷൻ വലിയ തോതിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. മൂന്നാമത്തേത് ഈ പ്രതിരോധ മേഖലയിലാണ്. പ്രതിരോധ മേഖലയിൽ ഓപ്പറേഷൻ സിന്ദൂർ അടക്കം കഴിഞ്ഞ പശ്ചാത്തലത്തിൽ സായുധ സേന വളരെയധികം കാര്യങ്ങൾ, ഈ ഡ്രോണുകൾ, ഇൻഡിജിനിയസ് ഡ്രോണുകളുടെ ഉൽപാദനം, അതിനുവേണ്ടിയുള്ള ബജറ്റ് ലൊക്കേഷൻ, കൂടുതൽ യുദ്ധവിമാനങ്ങൾ അടക്കം വാങ്ങുന്നതിനുള്ള ബജറ്റ് ലൊക്കേഷൻ, അങ്ങനെ പല കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അലോക്കേഷൻ കൂടുതലുണ്ടാകും. ബംഗ്ലാദേശ് കൂടി ഇപ്പോൾ 3 ശത്രുക്കളാണ് നമുക്ക് നമ്മുടെ അതിർത്തിയിലുള്ളത്. സ്വാഭാവികമായും ബജറ്റ് അലോക്കേഷൻ പ്രതിരോധ രംഗത്ത് കൂടുതലായിരിക്കും. മറ്റൊന്ന്, ഈ രാജ്യത്തെ അടിമുടി മാറ്റാൻ പോകുന്ന ഗതാഗത സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും വികസനവുമായി ബന്ധപ്പെട്ട അലോക്കേഷൻ, ബജറ്റ് അലോക്കേഷനാണ്. നമ്മുടെ കേരളത്തിലൊക്കെ തന്നെ ഫ്ലെക്സ് ബോർഡ് വെച്ച് പല മന്ത്രിമാരും ക്രെഡിറ്റ് അടിച്ചെടുക്കുന്ന റോഡുകൾ പോലും ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പാക്കിയതാണ്. അത്തരത്തിലുള്ള വികസന പദ്ധതികൾക്ക് വേണ്ടിയുള്ള അലോക്കേഷൻ ധാരാളം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അമൃത് ഭാരത് എക്സ്പ്രസ് പോലെയുള്ള, വന്ദേ ഭാരത് എക്സ്പ്രസ് പോലെയുള്ള പുതിയ ട്രെയിനുകൾ നമ്മുടെ തീവണ്ടിപ്പാളങ്ങളിലൂടെ ചീറിപ്പാഞ്ഞു പോകുമ്പോൾ, കൂകിപ്പായുമ്പോൾ അതിനുള്ള അലോക്കേഷൻ സ്വാഭാവികമായും വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ എണ്ണിപ്പറയാനാണെങ്കിൽ ധാരാളമായ പദ്ധതികളുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന് കരുതിയോ ഏതെങ്കിലും പ്രത്യേക താല്പര്യത്തോടെയോ ഏതെങ്കിലും സംസ്ഥാനത്തിന് പാമ്പറിംഗ് ഉണ്ടാകാനുള്ള സാധ്യത അത് നരേന്ദ്രമോദിയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട. കഴിഞ്ഞ 11 വർഷവും നമ്മൾ പരിശോധിച്ചാൽ അതാണ് മനസ്സിലാകുന്നത്. രാജ്യത്തിന്റെ വികസിത് ഭാരത് എന്ന കാഴ്ചപ്പാടോടുകൂടി അദ്ദേഹം അവതരിപ്പിക്കുന്ന ബജറ്റിൽ എല്ലാ സംസ്ഥാനങ്ങളും ഇടം പിടിക്കും എന്നുള്ളതാണ് വസ്തുത. വളരെ വ്യക്തമാണ്. വികസിത് ഭാരത് എന്ന സങ്കല്പത്തോടുകൂടി രാജ്യത്തെ പുതിയ കേന്ദ്ര ബജറ്റ് നാളെ ഡോക്ടർ നിർമ്മല സീതാരാമൻ, കേന്ദ്ര ധനമന്ത്രി, അവതരിപ്പിക്കും. നിർമ്മല സീതാരാമൻ തുടർച്ചയായി അവതരിപ്പിക്കുന്ന 9ാമത്തെ ബജറ്റ് എന്ന പ്രത്യേകതയും നാളത്തെ കേന്ദ്ര ബജറ്റിനുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ശ്രീകാന്ത്. ഇനി അന്താരാഷ്ട്ര വാർത്തയിലേക്ക് വരണം. ഇടവേളയ്ക്ക് ശേഷം